സുജയ പാർവതിയിൽ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ആലപ്പുഴ മണ്ഡലത്തിലെ പര്യടനത്തിനായാണ്. വിപ്ലവം വിതച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ച ആലപ്പുഴയുടെ മണ്ണിലേക്ക്, പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ മുറുകെ പിടിച്ച പാരമ്പര്യം മണ്ഡലത്തിനില്ല. നിയമസഭയിലേക്ക് പലപ്പോഴും ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആലപ്പുഴ ദില്ലിയിലേക്ക് ഇരു കക്ഷികളെയും മാറി മാറി അയച്ചതാണ് ചരിത്രം. 2019 പൊതു തെരഞ്ഞെടുപ്പിലും ജനവിധി വേറിട്ട് നിന്നു. ആഞ്ഞടിച്ച UDF തരംഗം അതിജീവിച്ച് AM ആരിഫ് ദില്ലിക്ക് വണ്ടി കയറിയതും ചരിത്രം. ആയിരത്തി 1977 ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8ലും UDFനൊപ്പം ആലപ്പുഴ നിലയുറപ്പിച്ചു. 1977 VM സുധീരനാണ് പാർലമെന്റിലെത്തിയത്. 1980 CPIMന് വേണ്ടി സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1984 89 കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനായിരുന്നു വിജയം. 1991 CPIയിലെ TJ ആഞ്ചലോസ് മണ്ഡലത്തെ ഇടതുപാളയത്തിലേക്ക് എത്തിച്ചു. 96 ആലപ്പുഴ VM സുധീരൻ തിരികെ പിടിച്ചു. 2004 വരെ VM സുധീരൻ ആലപ്പുഴയെ നയിച്ചു. 2004 KS മനോജിന്റെ അട്ടിമറി ജയത്തിലൂടെ ആലപ്പുഴയിൽ വീണ്ടും ചെങ്കൊടി പാറി. 2009 2014 മണ്ഡലം KC വേണുഗോപാലിലൂടെ കോൺഗ്രസിനൊപ്പം നിന്നു. 2019 KC വേണുഗോപാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. UDF തരംഗത്തെ അതിജീവിച്ച് AM ആരിഫിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. കനൽ ഒരു തരി മതി എന്ന ടാഗ് ലൈനോടെ ആരിഫിന്റെ ഒറ്റപ്പെട്ട വിജയം LDF ആഘോഷമാക്കി. 5 വർഷത്തിനിപ്പുറവും കനൽ അണഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കണം. അഭിമാന പോരാട്ടമാണ് ഇത്തവണ ഇടതുമുന്നണിക്ക്. കൈവിട്ടുപോയ സീറ്റ് തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 50,000-ൽ താഴെയായിരുന്നു വോട്ട് നില. 2019 1,87,729 ഉയർത്താൻ BJPക്കായി. ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനും തീരദേശ വോട്ടുകളും ലക്ഷ്യമിട്ട് ധീവര സമുദായത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയത്. ഇത്തവണയും ആലപ്പുഴയിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. വിപ്ലവ, ജനാധിപത്യ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് ആലപ്പുഴയ്ക്ക്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പലതവണ തെറ്റിച്ചിട്ടുമുണ്ട് ആലപ്പുഴ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.